ബംഗാളിലെ മനുഷ്യർക്കിനി പീഡനത്തിൻ്റെ നാളുകളാണ്. ആ പീഡനത്തിൻ്റെ നാളുകളിലേക്ക് വഴിതെളിച്ചത് ഒരു വശത്ത് ആസൂത്രിതമായ SIRലൂടെ ഏതാണ്ട് 27 ലക്ഷം ജനങ്ങളെ ഒറ്റടിക്ക് വെട്ടിക്കളഞ്ഞത്. എന്നിട്ട് അതിൻ്റെ നിരീക്ഷകനായിരുന്ന ആളാണ് പുതിയ സുവേന്ദു അധികാരിയുടെ ഉപദേഷ്ടാവ്. സുവേന്ദു അധികാരി മമതാ ബാനർജിയുടെ മനസാക്ഷിയായിരുന്നു. മമതാ ബാനർജിയുടെ മനസാക്ഷി BJPയുടെ മുഖ്യമന്ത്രിയായി എന്നുള്ളതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും തെറിവിളിയില്ല. അതല്ലെങ്കിൽ അവർക്ക് രൂക്ഷമായ തെറിവിളിയുടെ പൂരമായിരുന്നേനെ. കൊള്ളാത്തവർ, കഴിവില്ലാത്തവർ എന്ന അർത്ഥത്തിലൊക്കെ. ഈ SIRൻ്റെ 27 ലക്ഷം ജനങ്ങളെ വെട്ടിക്കളഞ്ഞത് കൂടാതെ മമതാ ബാനർജി എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും അത് നൽകിയ ആ തിരിച്ചടി കൂടി ഈ ഫലത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത്രമേൽ തന്ത്രപരമായും അഹങ്കാര ഭാഷ്യത്തോടുമാണ് അവർ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കടന്നുപോയത്. അവരായിരിക്കുമ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു ഗുണം ന്യൂനപക്ഷ സമുദായങ്ങളെ അവർ അവരുടെ വോട്ട് ബാങ്ക് ആയതുകൊണ്ട് വേട്ടയാടിയിരുന്നില്ല എന്നതൊഴിച്ചാൽ അവരുടെ രാഷ്ട്രീയ എതിരാളികളെയും രാഷ്ട്രീയമായി ഒപ്പം കൂടുന്നവരെയുമൊക്കെ നിർദാക്ഷിണ്യമായും അതിരൂക്ഷമായിട്ടുമാണ് അവർ കൈകാര്യം ചെയ്തത്. ആ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടി കൂടിയാണിത്. ഒരുപക്ഷേ ഈ സ്ത്രീ ഒരു അക്കോമഡേറ്റീവ് ആയിരുന്നെങ്കിൽ, ഇത്രമേൽ ധാർഷ്ട്യമുള്ളവരായിരുന്നില്ലെങ്കിൽ ഇന്ന് രാജ്യം ഭരിക്കുക ഇന്ത്യ മുന്നണി ആയിരുന്നേനെ. കാരണം നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ ആക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയും വാശിയും പിടിച്ച് ആ സ്ഥാനത്തു നിന്ന് മാറ്റിയതോടെയാണ് അദ്ദേഹം മുന്നണി വിടുന്നത്. ഒരുപക്ഷേ അദ്ദേഹം ഈ മുന്നണിയിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹമോ രാഹുൽ ഗാന്ധിയോ ആരെങ്കിലും ആകുമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പക്ഷേ ഇവരുടെ യാതൊരു നീതീകരണവുമില്ലാത്ത ധാർഷ്ട്യം യഥാർത്ഥത്തിൽ കൊണ്ടെത്തിച്ചത് മറ്റൊരു രൂപത്തിലാണ്. ആ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടി കൂടി ഇതിലുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ 10-15 വർഷക്കാലം തുടർച്ചയായി ഭരിച്ച ശേഷം ഏറ്റവും ഒടുവിലും ഈ ഘടകകക്ഷികളെപ്പോലെ വേണമെങ്കിൽ പരിഹരിക്കാവുന്ന CPIMനോടും CPIയോടും കോൺഗ്രസിനോടും RSPയോടും ഒന്നും യാതൊരു വിധമായ മമതയും വിട്ടുവീഴ്ചയും അവർ കാണിച്ചിരുന്നതേയില്ല. അവർ നടത്തിയിട്ടുള്ള അഭ്യാസങ്ങൾ, അവർ തന്നിഷ്ടപ്രകാരം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയ അതിരൂക്ഷമായ അവസ്ഥ വളരെ ഭീകരവും മാരകവുമാം വിധം ആ സ്റ്റേറ്റിനെ മറ്റൊരു രൂപത്തിലേക്കെത്തി. ഈ സന്ദർഭം മുതലെടുത്താണ് SIR എന്ന പേരിൽ ജ്ഞാനേഷ് കുമാർ സാറിൻ്റെ ഓപ്പറേഷൻ ലോട്ടസിൻ്റെ മറ്റൊരു പതിപ്പ് കൂടി നടത്തിയതോടെ 10-27 ലക്ഷം ജനങ്ങളെ, ജീവിച്ചിരിക്കുന്ന ജനങ്ങളെ രേഖകളുണ്ടോ എന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ വെട്ടി ദൂരെ കളയുന്നതിനും കേന്ദ്രസേനയെയും കേന്ദ്ര സംവിധാനത്തെയും മുഴുവൻ മേഖലകളിലും ഉപയോഗിച്ച് അവിടെയെല്ലാം കീഴ്പ്പെടുത്തുന്നതിനും ഒരു ഭൂലോക അഹങ്കാരിയാണ് അവർന്ന് അവിടുത്തെ ജനങ്ങൾക്കിടയിലും ബാക്കിയുള്ളവരുടെ ഇടയിലും സ്ഥാപിച്ചെടുക്കാൻ അവരുടെ പ്രവൃത്തിയും സഹായിച്ചതിൻ്റെ കൂടി ഫലമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ആ നാട്ടിലും പീഡനങ്ങളുടെ, ദുരന്തങ്ങളുടെ, ഇടിച്ചു നിരത്തലുകളുടെ കാലമായിരിക്കും. ആകെ ആശ്വസിക്കാൻ കഴിയുന്നത് വേറൊന്നുമില്ല. എത്ര ഇടിച്ചു നിരത്തിയാലും അങ്ങനെ തകർത്ത് തൂത്തെറിയാൻ കഴിയാത്ത ചില സത്യങ്ങൾ എല്ലായിടങ്ങളിലും അവശേഷിക്കും. അത് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുക മാത്രമാണ് ബംഗാളിൽ ഇനി ബാക്കിയുള്ളത്.